തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല കാണാനില്ല. 3 പവന്റെ മാലയാണ് കാണാതായത്. മാലയ്ക്ക് വേണ്ടി വീട്ടിൽ പരിശോധന നടത്തുമെന്ന് പോലീസ്. പ്രിയംവദയുടെ മൊബൈൽ ഫോൺ വിനോദ് നശിപ്പിച്ചതായും പോലീസ് പ്രിയംവദയുടെ ഫോൺ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് പോലീസ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, ഈ മാല മോഷണം പോയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായും പോലീസിൽ നിന്നും അറിയാനാകുന്നത്? ദിൽഷാദ്, എന്തായാലും വെള്ളറട കൊലപാതകത്തിൽ ഈ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല 3 പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് കാണാനില്ല എന്നുള്ളൊരു കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് വീട്ടിലുണ്ടോ എന്നുള്ളതിൽ പരിശോധന നടത്തണം. വീട്ടിലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പരിശോധനയുടെ ആവശ്യമില്ല. പക്ഷേ വീട്ടിലില്ല എങ്കിൽ അത് എവിടെ പോയി എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തണമെന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ ഈ പ്രിയംവദയുടെ ഫോൺ അത് പ്രതി വിനോദ്, അയൽവാസിയായിട്ടുള്ള വിനോദ് നശിപ്പിച്ചതായും ഈ നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തതിന് ശേഷം വിശദമായ പരിശോധന പോലീസ് നടത്തുമെന്നത് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ പ്രതി വിനോദിനെയും അതിനൊപ്പം തന്നെ വിനോദിനെ സഹായിച്ച പ്രിയംവദയുടെ സഹോദരൻ സന്തോഷിനെയും പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം ഉച്ചയോട് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിച്ചത്. ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ടുപേരെയും പ്രിയംവദ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി വിനോദിനെയും അതിനൊപ്പം തന്നെ ഈ പ്രിയംവദയുടെ സഹോദരൻ സന്തോഷിനെയും ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻഷാദ്. ശരി സുലേഖ, തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല കാണാനില്ല. 3 പവന്റെ മാലയാണ് കാണാതായത്. മാലയ്ക്ക് വേണ്ടി വീട്ടിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സുലേഖ നൽകിയത്. ഇനി